കുടുംബ ജീവിതത്തിൽ ഉത്തമനായ ഒരു ഭർത്താവിൻ്റെ യോഗ്യതകളെക്കുറിച്ച് നമ്മൾ എഫേസൂസ് ലേഖനത്തിൽ പൗലോസ് ലേഖ പറയുന്നുണ്ട്. ഉത്തമനായ ഭർത്താവ് 1. ഭാര്യയെ സ്നേഹിക്കുന്നവനാകണം. 2. വളർത്തുന്നവനാകണം. 3. സ്വയം മറക്കുന്നവനാകണം. 4. അവൻ മരിക്കുന്നവനാകണം. 5. അവൻ പുനർജനിക്കുന്നവനാകണം. അതാണ് പൗലോസ് ലീഗ ഒരു ഭർത്താവിൻ്റെ 5 യോഗ്യതകളെക്കുറിച്ച് പറയുക. 1. അവൻ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയ്ക്ക് തോന്നണം കല്യാണം കഴിഞ്ഞ ശേഷം സ്വന്തം അമ്മയ്ക്കും പെങ്ങന്മാർക്കും കൊടുക്കുന്നതിനേക്കാൾ സ്നേഹം എനിക്ക് വാരിക്കോരി തരുന്നുണ്ട്. വിവാഹ ജീവിതം ഒരു ആർട്ടാണ്, കലയാണ്. ഭാര്യയ്ക്ക് തോന്നണം ഒരു കുറവും വരുത്തിയിട്ടില്ല. അമ്മയ്ക്കും പെങ്ങന്മാർക്കും തോന്നും ഞങ്ങളുടെ സ്നേഹത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവന് ഒരു കുറവും വന്നിട്ടുമില്ല. അപ്പം അങ്ങനെ സ്നേഹിക്കാൻ പഠിക്കണം, ഭാര്യയെ സ്നേഹിക്കണം. അപ്പം ഭാര്യയെ സ്നേഹിക്കുന്നു എന്നത് ആക്ഷൻ വഴി, വാക്കുവഴി, പ്രകടനങ്ങൾ വഴി ഒക്കെ കാണിക്കണം. ഉള്ളിൽ സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് പുറത്ത് കാണിക്കാതിരിക്കല്ലേ. ഒരു സ്ത്രീ പറഞ്ഞു എനിക്കൊരു മോൻ, 5 ഭാഷ അറിയാം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, കന്നഡ, മലയാളം. പക്ഷേ ഊമന വർത്താനം പറയുകയില്ല. 5 ഭാഷ അറിയാം, ഊമന വർത്താനം പറയുകയില്ല. ജീവിതത്തിൽ ഭാഷ അറിഞ്ഞാൽ പോരാ, അത് പ്രകടിപ്പിക്കാൻ പഠിക്കണം. ഭാര്യയ്ക്ക് തോന്നണം എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്ന് തോന്നണം. അതാണ് ഉത്തമനായ ഭർത്താവ്. ഭാര്യയെ സ്നേഹിക്കുന്നവനായിരിക്കണം, ഉള്ളിൽ പോരാ പ്രകടിപ്പിക്കുകയും വേണം. 2. അവൻ ഭാര്യയെ വളർത്തുന്നവനായിരിക്കണം. ഒരു പെണ്ണിനെ ആകർഷിച്ചു, വശീകരിച്ചു, നല്ല വാക്കെല്ലാം പറഞ്ഞു, നിനക്ക് ഞാനെല്ലാം ചെയ്യാം, ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് വശീകരിച്ചു. പക്ഷേ അവിടെ പറഞ്ഞു ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നു, മാസ്റ്റർ ഡിഗ്രി എടുക്കാൻ ആഗ്രഹമുണ്ട്, അതൊക്കെ ചെയ്യാം. കല്യാണം കഴിഞ്ഞപ്പോഴോ പെരകത്തിരുന്നാൽ മതി, നീ ഇനി പഠിക്കാൻ പോകണ്ട, നീ ഉണ്ടാക്കിയിട്ട് ഈ വീടിനൊന്നും ആവശ്യമില്ല. അത് ശരിയല്ലല്ലോ. എത്രമാത്രം എൻ്റെ ഭാര്യയെ എനിക്ക് വളർത്താൻ പറ്റുമോ അത്രയും വളർത്തണം. ചില ആണുങ്ങൾക്ക് ഭാര്യ വളരുമ്പോൾ അസൂയയാണ്. ഒരു സ്ത്രീക്ക് പ്രൊമോഷൻ കിട്ടിയപ്പോൾ കെട്ടിയാൽ പറഞ്ഞു വേണ്ട, എന്താ അവൾക്ക് എന്നേക്കാൾ ശമ്പളമാകുമ്പോൾ അവൾ എന്നെ ഭരിക്കും. ഒരു ഭാര്യ വളരുമ്പോൾ ഭർത്താവ് വളരുക. ഇനിമേൽ നിങ്ങൾ 2 ഒന്നാണെന്നല്ലേ വിവാഹത്തിൽ ദൈവം പറഞ്ഞ വാക്ക്. ആ വാക്ക് ഉറപ്പുള്ളപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ ഭാര്യയെ വളർത്തും. 1. സ്നേഹിക്കണം. 2. വളർത്തുന്നവനായിരിക്കണം. 3. അവൻ മറക്കണം. എന്താണ് മറക്കുക? മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ജീവിച്ചപ്പോൾ പല പല സ്വഭാവം ഉണ്ടായിരുന്നു. ആ സ്വഭാവം കല്യാണം കഴിഞ്ഞില്ല. ഒറ്റയ്ക്ക് ജീവിച്ചപ്പം കള്ളു കുടിക്കും, പുക വലിക്കും, ചീട്ട് കളിക്കും, ചുമ്മാ കറങ്ങി നടക്കും. പക്ഷെ ആ സുഖമെല്ലാം കല്യാണത്തോടെ അങ്ങ് മറന്നു. ഇതൊന്നും വേണ്ട, എൻ്റെ സ്വകാര്യ ഇഷ്ടങ്ങൾ, സ്വകാര്യ സന്തോഷങ്ങൾ ഞാൻ മറന്നു. അതുകൊണ്ട് മാതാപിതാക്കളെ വിട്ടു. അപ്പൻ്റെ അമ്മയും വിട്ടെന്നല്ല, അപ്പൻ്റെയും അമ്മയുടെയും കൂടുതൽ ജീവിച്ച കാലഘട്ടത്തിൽ ആർജിച്ചിരുന്ന അനാവശ്യമായ സ്വഭാവങ്ങൾ പലതുമുണ്ട്. സൗഹൃദത്തിൽ കടന്നു വന്ന ബന്ധനങ്ങളുണ്ട്. അത് മുഴുവൻ മറക്കണം. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ പുതിയ കുടുംബത്തിന് വേണ്ടി. 4. അവൻ മരിക്കണം. എന്താണ് മരിക്കണം? അവൻ ഉടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കണം. അവനുണ്ടില്ലെങ്കിലും അവളെ ഊട്ടണം. അവൻ സഹിച്ചാലും ഭാര്യയ്ക്ക് കുറവ് വരില്ല. എനിക്കൊരു മനുഷ്യനെ അറിയാം. വൈകുന്നേരം ജോലി കഴിഞ്ഞ് പണി കഴിഞ്ഞ് പോകുമ്പോൾ ചായക്കടയിൽ നിന്നും 4 ബോണ്ട മേടിക്കും. 2 മക്കളും ഭർത്താവും ഭാര്യയും വീട്ടിൽ ചെന്നിരുന്ന് കട്ടൻ കാപ്പിയും കഴിച്ച് ഈ ബോണ്ട കടിച്ചു പിടിച്ച് തിന്നും. വേണേ ഒറ്റയ്ക്ക് മേടിച്ച് കഴിക്കാം, പക്ഷെ ഇല്ല, മരിക്കണം. സ്വന്തം ഇഷ്ടങ്ങൾക്ക് അവൻ മരിക്കണം. സ്വന്തം ഇഷ്ടത്തിന്. ചിലരെ കണ്ടിട്ടുണ്ട്, ഭാര്യ ഒത്തുപോകും, നീ ഇവിടെ നിൽക്കടി, ഞാൻ ചായ കുടിച്ചേച്ച് വരാം. അങ്ങനെയുള്ളവരുമുണ്ട്. 5. പുനർജനിക്കണം. പ്രാർത്ഥന ഇഷ്ടമില്ലേ? കല്യാണം കഴിഞ്ഞാൽ അവൻ പ്രാർത്ഥിക്കണം. പള്ളിയിൽ പോകുന്ന ഇഷ്ടമില്ലേ? കല്യാണം കഴിഞ്ഞാൽ ദേവാലയത്തിൽ പോകണം. ബൈബിൾ വായന ഇഷ്ടമില്ലേ? വിവാഹം കഴിഞ്ഞാൽ ബൈബിൾ വായനയിൽ ഭാര്യയ്ക്കൊപ്പം ചേരണം. അങ്ങനെ മറക്കലും മരിക്കലും സ്നേഹിക്കലും വളർത്തലും പുനർജനിക്കലുമായി നമ്മുടെ ജീവിതം മാറട്ടെ. ദൈവം അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.